അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, സോറ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാക്കും അല്ലേ? ചിലത് പെട്ടെന്ന് നടന്നു കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നിരാശരാകൂലേ? എന്താ അത് അങ്ങനെ ആയത്? എന്താ അത് നടക്കാതിരുന്നത്? എന്തുകൊണ്ട് പെട്ടെന്ന് അത് അങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളും വേഗത്തിൽ നേടിയെടുക്കാൻ സഹായിക്കുന്ന, തടസ്സങ്ങൾ മാറ്റാൻ സഹായിക്കുന്ന ശക്തമായ ഒരു ഇസ്ലാമിക അമലിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിക്ർ കൃത്യമായ എണ്ണത്തോടെ പൂർണ്ണമായ വിശ്വാസത്തോടെ ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. അത് ഏതാണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അമലിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അതൊരു പുതിയ ജോലിയാകാം, വീട് വെക്കുന്നതാകാം, വണ്ടി വാങ്ങുന്നതാകാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്ത് കാര്യങ്ങളും ആകാം. ഇതൊന്നും കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരായിട്ട് നമ്മൾ ഒരിക്കലും പങ്കുവെക്കരുത്. സ്വന്തം കൂടപ്പിറപ്പുകളോട് പോലും അത് പറയാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. പലപ്പോഴും ഇനിയിപ്പോൾ നടക്കും ഉറപ്പായി എന്ന് കരുതി നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോഴായിരിക്കും അതിൽ അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സങ്ങൾ വരുന്നത്, അല്ലേ? ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പൂർണ്ണമായി ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുക. ഒരിക്കലും നമ്മൾ മനസ്സിൽ നിന്ന് അത് പുറത്തു പോകരുത്. ഒരാളോട് നമ്മളത് പറയാതിരിക്കുക. അത് നടന്നതിന് ശേഷം മാത്രം പറയാം. ഇനി നമുക്ക് ആ അമലിലേക്ക്, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ആ അമലിലേക്ക് കടക്കാം. നമ്മുടെ മനസ്സിലെ വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും മാറാനും ആഗ്രഹങ്ങൾ സഫലമാകാനും ഏറ്റവും ഉത്തമമായ വഴി പരിശുദ്ധമായ ഇസ്തിഗ്ഫാർ ആണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ എന്നാൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന ആ ഒരു ദിക്റിൻ്റെ പവർ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളത് അനുഭവിക്കണം. ആ ദിക്റ് നിങ്ങളുടെ ജീവിതത്തിൽ അത് ചൊല്ലിയിട്ട് നിങ്ങൾ അനുഭവിക്കണം. അപ്പോഴേ നിങ്ങൾക്കതിൻ്റെ ഫലം മനസ്സിലാകുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തവണ ഈ ഒരു ദിക്റ് കൊണ്ട് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നിറവേറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും ഇത് പങ്കുവെക്കാൻ ആഗ്രഹിച്ചത്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്റ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ നെയ്യത്ത് വെച്ചുകൊണ്ട്, നമ്മുടെ മനസ്സിൽ നെയ്യത്ത് വെക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ടത് ചെയ്യണം. ഇത് നടക്കുമോ? നടക്കൂലേ? അങ്ങനൊന്നും ചിന്തിക്കരുത്. നമുക്ക് ഇത് നടക്കും, എൻ്റെ പടച്ച റബ്ബ് എനിക്കത് തരും എന്നൊരു ആത്മവിശ്വാസത്തോടെ ഈ ദിക്റ് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ നിയ്യത്ത് ചെയ്തുകൊണ്ട് 1,00,000 തവണ ചൊല്ലിത്തീർക്കുക. എത്രയാണ് 1,00,000 തവണ? വളരെ സിമ്പിളാണ്. നമ്മൾ വിചാരിക്കും 1,00,000ഒക്കെ ഒരുപാട് ചൊല്ലാനുണ്ടെന്ന്. ഒരിക്കലല്ല. നമ്മൾ ചൊല്ലി തുടങ്ങുമ്പോൾ അതിൻ്റെ എണ്ണം നമുക്ക് വീണ്ടും വീണ്ടും കുറഞ്ഞതുപോലെ തോന്നും. ഒന്ന് ചൊല്ലി നോക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇത് ഒരൊറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ചൊല്ലി തീർക്കണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ അതനുസരിച്ച് സമയമെടുത്ത് ചൊല്ലി തീർത്താൽ മതി. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എണ്ണം തെറ്റാതെ ചൊല്ലാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മളത് എണ്ണം തെറ്റിക്കരുത്.
ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ വിശ്വാസമാണ്. ഞാൻ ഈ ദിക്ർ ചൊല്ലുമ്പോൾ എൻ്റെ റബ്ബ് എന്നെ കേൾക്കുന്നുണ്ട്, അവൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ പാപങ്ങൾ പുറത്തു തന്ന് എൻ്റെ ആഗ്രഹം അവൻ സാധിച്ചു തരും എന്ന പൂർണ്ണമായ ഉറപ്പോടെയും ആത്മാർത്ഥതയോടെയും വേണം ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് പൂർണ്ണമായ വിശ്വാസത്തോടെ ഈ അമൽ ചെയ്യാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അല്ലാഹു സഫലമാക്കി തരട്ടെ. നമ്മുടെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ റബ്ബ് സുബ്ഹാനല്ലാഹു തആല നമുക്ക് വേഗത്തിൽ സാധിച്ചു തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആമീൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ ഉള്ളവളെയും ഉൾപ്പെടുത്താൻ മറക്കരുത്. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ദിക്റുകളെക്കുറിച്ചിട്ടോ ദുആകളെക്കുറിച്ചിട്ടോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മടിക്കാതെ താഴെ കമൻറ്റ് ബോക്സിലും ചോദിക്കാം. തീർച്ചയായും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു നല്ല അറിവുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.